ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പുതിയ ഹോം നേഴ്സിനെ കണ്ടിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, ആരാ അമ്മ ഇത്? പുതിയ ഹോം നേഴ്സാ. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയെ നോക്കാൻ വന്നതാണോ? മുത്തശ്ശിയെ മാത്രമല്ല, നിൻ്റെ അച്ഛനെയും. പേര് സുമിത്ര. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, വരാൻ പോകുന്നേ ഉള്ളോ അതോ ഇന്നു മുതൽ ജോലി തുടങ്ങിയോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, തുടങ്ങിക്കോളാം ഞാൻ പറഞ്ഞു. അമ്മ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ കൊല്ലപ്പള്ളിക്ക് പോയി. അങ്ങനെ പറഞ്ഞ് വൈജയന്തി സുമിത്രയും കൊണ്ട് ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ, മുകളിലേക്ക്. അങ്ങനെ ബാലേന്ദ്രനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സുമിത്രേനെ. ഇത് അമ്മേനെ നോക്കാൻ വന്ന പുതിയ ഹോം നേഴ്സാണ്. ഇവളുടെ പേര് സുമിത്ര. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സുമിത്രേനെ ആരാ സെലക്ട് ചെയ്തത്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാനിവളെ ഏജൻസിയിൽ പോയി കണ്ട് സെലക്ട് ചെയ്തതാ. ആര് പറഞ്ഞിട്ടാ? അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടാണോ ബാലേന്ദ്രൻ അലീനയെ സെലക്ട് ചെയ്തത്? അതെ, മനു പറഞ്ഞു. പിന്നെ നിൻ്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോൻ പറഞ്ഞു. അതേതോ ഒരു ഓർഫനേജിൽ നിന്നല്ലേ? ഇത് അങ്ങനെയല്ല. ഇന്നു മുതൽ ഇവളാണ് അമ്മയെ നോക്കുന്നത്. ബാലേന്ദ്രൻ്റെ കാര്യങ്ങളും നോക്കും. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ബാലേന്ദ്രൻ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്നാൽ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുക. അങ്ങനെ പറഞ്ഞ് വൈജയന്തിയും സുമിത്രയും താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, കയറി ഇറങ്ങി എനിക്ക് വിശക്കാൻ തുടങ്ങി. പരിചയപ്പെടലൊക്കെ പിന്നെ ആവാമല്ലോ, ആദ്യം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്നാ നീ വാ, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാം. അപ്പോഴേക്കും അലീന ഫുഡൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. സുമിത്ര നേരെ പോയി കൈ കഴുകി ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, സുമിത്രേ, കിച്ചണിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അത് വേണ്ടെന്നേ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. ചില വീട്ടുകാർ ഭയങ്കര ജാടക്കാരാ, വലിയ പൊങ്ങച്ചൊക്കെ പറയും. ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. അവിടുത്തെ വീട്ടുകാരെ കൊച്ചമ്മേന്നും മാഡം എന്നൊക്കെ വിളിക്കണം. ഞാൻ ചേച്ചീനെ വിളിക്കത്തുള്ളൂ. അങ്ങനെയുള്ള വീട്ടിലേ ഞാൻ നിൽക്കത്തുള്ളൂ. ഇതൊന്നും വൈജയന്തിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതെല്ലാം അലീന അപ്പുറത്തു നിന്ന് കേൾക്കുന്നുമുണ്ട്. അപ്പം അലീനയുടെ മുന്നിൽ ജയിക്കാനായിട്ട് വൈജയന്തി പറയുന്നുണ്ട്, നീ ഇവിടെ ഇരുന്നോ സുമിത്രേ, എല്ലാവരും ഒന്നും ഞാൻ ഇവിടെ ഇരുത്താറില്ല, പക്ഷെ നിനക്കിരിക്കാം. എന്നിട്ട് അലീനേനെ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, നോക്കി നിൽക്കാതെ അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വിളമ്പി കൊടുക്കടി. പുട്ടിരിപ്പില്ലേ അവിടെ? അപ്പോൾ അലീനയാണെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുമിത്ര ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്, ചിലരുടെ വിചാരം ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ അടിമപ്പണിക്കാരിയാണെന്നാ. അടുക്കള ജോലിയും കൂടി ചെയ്യിപ്പിക്കാൻ നോക്കുന്നേ. ഞാനങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. ശമ്പളം ഓഫീസിൽ നിന്ന് പറഞ്ഞായിരുന്നില്ലേ, 20,000 രൂപ. 10,000 അല്ലേ അഡ്വാൻസ് കൊടുത്തത്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ തരാമെന്ന് സമ്മതിച്ചല്ലോ. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, പിന്നെ ടിപ്പ് എന്ത് കിട്ടിയാലും ഞാൻ വാങ്ങിക്കും. ഫുഡ് എനിക്ക് ഇവിടെ നിന്ന് തരണം. മാസത്തിൽ 4 അവധി വേണം. ആ സമയം അലീന വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചിക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടേ? അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ചേച്ചീന്നോ? നിനക്ക് നാണല്ലേ എന്നെ ചേച്ചീന്ന് വിളിക്കാൻ? എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. 1-2 വയസ്സിൻ്റെ വ്യത്യാസം കാണുമായിരിക്കും. അല്ല ചേച്ചീന്നേ, പേര് വിളിച്ചാൽ മതി കേട്ടോ. ആ സമയം ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറോ? സാറ് വിളിച്ചില്ലല്ലോ. വിളിച്ചിരുന്നെങ്കിൽ ഞാൻ മുകളിലേക്ക് കയറി വരില്ലായിരുന്നോ? എന്താ സാർ വേണ്ടത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ വന്നതാ. അപ്പോൾ ബാലേന്ദ്രൻ സുമിത്രോട് ചോദിക്കുന്നുണ്ട്, ഫുഡൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? നല്ല ടേസ്റ്റാ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വയറ് നിറച്ച് കഴിച്ചോ, ഇവിടെ ആദ്യമായിട്ട് വരല്ലേ. അപ്പോഴേക്കും സുമിത്രയുടെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വൈജയന്തി അലീനോട് പറയുന്നുണ്ട്, ആ പ്ലേറ്റ് എടുത്ത് കഴുകി വെക്കി. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ആ പ്ലേറ്റ് അവിടെ വെച്ചേ. സുമിത്ര കഴിച്ച പാത്രമല്ലേ ഇത്, ഒന്ന് കഴുകി വെച്ചേക്ക്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ഞാൻ കഴിച്ച പാത്രമല്ലേ, അത് കഴുകാൻ സാറേ. അങ്ങനെ പ്ലേറ്റ് കൊണ്ടുപോയി കഴുകി വെക്കുന്നുണ്ട് കേട്ടോ സുമിത്ര. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, സുമിത്ര നിനക്ക് എത്രയാണ് ശമ്പളം? 20,000. എത്ര ലീവ് വേണം? അപ്പോൾ മാസം 4 ലീവ്. നീ അടുക്കള പണിയൊക്കെ ചെയ്യോ? ഇല്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ വീടും മുറ്റൊക്കെ തൂത്ത് തുടയ്ക്കുമോ? അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ഇല്ല, അത് ഹോം നേഴ്സിൻ്റെ പണിയല്ല സർ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്തിയാണെങ്കിൽ തല കുനിച്ച് നിൽക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ ഇടയ്ക്ക് നോക്കുന്നുമുണ്ട്. നീ ഡ്രസ്സ് വാഷ് ചെയ്യും അയൺ ചെയ്യുകയും ചെയ്യോ? അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അതൊന്നും ഹോം നേഴ്സിൻ്റെ ജോലിയല്ല. പിന്നെയും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എൻ്റെ മക്കളെ കൂടെപ്പിറപ്പുകളെ പോലെ സ്നേഹിക്കുമോ? ഇത് കേൾക്കുമ്പോൾ സുമിത്ര ആകെ അന്താളിച്ച് നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നുള്ള രീതിയിൽ. എന്താ ചേച്ചി ഇതൊക്കെ? ഓഫീസിലെല്ലാം പറഞ്ഞ് സമ്മതിച്ചതല്ലേ?
അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സുമിത്രേ, ഈ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടോ, അലീന. അവൾ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം വയ്ക്കും. നീ കഴിച്ചതല്ലേ, കൊള്ളാമെന്ന് പറയുകയും ചെയ്തല്ലോ. അവൾ അടുക്കളപ്പണി മുഴുവൻ ചെയ്യും, വീടും മുറ്റവും തൂത്തു തുടയ്ക്കുകയും ചെയ്യും. മാത്രമല്ല എല്ലാവരുടെ ഡ്രസ്സും വാഷ് ചെയ്ത് അത് ഉണക്കി അയൺ ചെയ്യുകയും ചെയ്യും. അതുകൂടാതെ അവൾ ഹോം നേഴ്സിൻ്റെ ജോലിയും കൂടി ചെയ്യും. ഇതിനെല്ലാം പുറമെ അവൾ ഈ വീട്ടിലെ എല്ലാവരെയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിക്കും. തീർന്നില്ല സുമിത്രേ, അവളെ ശമ്പളം എത്രയാണെന്നറിയോ? 15,000 രൂപ. ലീവ് എത്രയാണെന്നറിയോ? ലീവില്ല. സ്വന്തം വീട്ടിലാർക്കും ലീവില്ലല്ലോ. അതുകൊണ്ട് അവളും അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട്, എന്നെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ, ഞാനല്ലല്ലോ വിളിപ്പിച്ചത്. അപ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ വേണമെന്നാണോ വേണ്ടെന്നാണോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം തന്നെ പറയാം. എന്നിട്ട് നേരെ പോകുന്നത് രോഹിത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, രോഹിത്തെ, നിനക്ക് സുമിത്രയുടെ സേവനം ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇല്ല. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അലീനയുടെ സേവനം ആവശ്യമുണ്ടോ? അപ്പോൾ രോഹിത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇടയ്ക്ക് വൈജയന്തിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നവർക്ക് അലീന ഇനി മുതൽ ഫുഡ് കൊടുക്കാൻ പാടില്ല. അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനോ അയൺ ചെയ്യാനോ പാടില്ല. അവരുടെ പ്ലേറ്റ് കഴുകാൻ പാടില്ല. അവരുടെ റൂം ക്ലീൻ ചെയ്യാൻ പാടില്ല. നിന്നെ ആവശ്യമില്ലാത്തവർക്ക് നീ ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ള പാഠം നീ പഠിക്കണം. രോഹിത്തെ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അലീനയുടെ സേവനം വേണോ വേണ്ടയോ? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട് കേട്ടോ, വേണം. പിന്നെ ബാലേന്ദ്രൻ നേരെ പോകുന്നത് ബബിതയുടെ അടുത്തേക്കാണ്. ബബിതോടും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ബബിതേ, നിനക്ക് അലീനയുടെ സേവനം വേണോ വേണ്ടയോ? അപ്പോൾ ബബിതയും പറയുന്നുണ്ട്, വേണം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കൃഷ്ണമോൾക്കും അമ്മയ്ക്കും എനിക്കും അലീനയുടെ സേവനം വേണം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ആരുടെ സേവനം വേണ്ടേന്ന് തീരുമാനിക്കുന്നത് ബാലേന്ദ്രനല്ല, അമ്മയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ, അമ്മയോട് ചോദിക്കാം. അമ്മയ്ക്ക് സുമിത്രയുടെ സേവനമാണ് ആവശ്യമെങ്കിൽ ഇപ്പം തന്നെ സുമിത്രനെയും കൊണ്ട് കൊല്ലപ്പള്ളിയിലേക്ക് പൊക്കോ. ഇവിടെ പറ്റത്തില്ല. നീ തന്നെ പോയി ചോദിക്കേ, എന്നിട്ട് പിടിച്ച് കാറിലോട്ട് കയറ്റിക്കോ. ഇനി ചോദിക്കാനുള്ളത് നിന്നോടാ. നിനക്ക് അലീനയുടെ സേവനം ആവശ്യമുണ്ടോ? സൂക്ഷിച്ച് മറുപടി പറയണം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ആവശ്യമില്ല. അലീന കേട്ടല്ലോ, ഇനി നീ കുക്ക് ചെയ്യുന്ന ഒരു ഫുഡും വൈജയന്തിക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കറിയാം തനിയെ ഉണ്ടാക്കി കഴിക്കാൻ, ഒരുത്തിയുടെയും സഹായം വേണ്ട. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു തരത്തിലുള്ള ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ പാടില്ല. അലീനയ്ക്ക് മനസ്സിലായോ? അലീനയാണെങ്കിൽ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ് കേട്ടോ. ബാലേന്ദ്രൻ അപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹോം നേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ആരോട് ചോദിച്ചിട്ട്? അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശമില്ലേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല, ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനങ്ങ് തിരിച്ചെടുത്തു. നിനക്ക് പോവാം, വരാം, കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ സുമിത്ര ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ ജോലിക്ക് വിളിച്ച ആൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സേവിക്കുക. അവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് അവളുടെ റൂമിൽ കിടക്കുക. നിന്നെ ആവശ്യമില്ലാത്തൊരു സ്ഥലത്തും കാണരുത്. അപ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ഇത് ഭയങ്കര ചതിയായിപ്പോയി കേട്ടോ. ആരോടും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെയൊക്കെ കയ്യിൽ കുറേ കാശുണ്ടെന്ന് കരുതി അതൊക്കെ വെച്ച് കളിക്കുകയാണോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അഡ്വാൻസ് കിട്ടിയില്ലേ, അതുപോരെ, ഒരു ജോലിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സുമിത്ര ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ബാലചന്ദ്രനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. ഇത് പഴയ ബാലചന്ദ്രനല്ല, എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ കയറി പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രൻ കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയാണ് കയറി വരുന്നത്. എന്തിനാ കോളിംഗ് ബെല്ലടിച്ച്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് പറയേണ്ടവരോട് ഞാൻ പറഞ്ഞോളാം. എന്നോട് പറ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അപ്പോൾ ബാലേന്ദ്രൻ കളിയാക്കി പറയുന്നുണ്ട്, അയ്യോ, എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്നു. ഞാൻ നോക്കട്ടെ ചെയ്യാൻ പറ്റുമെന്ന്. ഒരു കാര്യം ചെയ്, നീ കൊല്ലപ്പള്ളിയിൽ പോയി ശിവൻ്റെ പറമ്പിൽ നിന്ന് ഒരു വാഴക്കൊല വെട്ടിക്കൊണ്ടു വാ. എന്നിട്ട് വർക്കേരിയയിൽ കിട്ടിത്തൂക്ക്. ഞാലിപ്പൂവൻ മതി, ചെല്ലങ്ങട്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ എന്നാ എന്നെ കളിയാക്കുവാന്നോ? അയ്യോ അല്ല, വളരെ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് പകരം അലീന വന്നാലും ഇതന്നെയാണോ പറയാൻ ഉദ്ദേശിച്ചത്? അല്ല, അലീനയ്ക്ക് വേറെ ജോലി. ഓരോരുത്തർക്കും അവരുടെ ശക്തിക്കും ബുദ്ധിക്കും പറ്റുന്ന ജോലി കൊടുക്കണം. അവളോട് പറയായിരുന്ന ജോലി എന്നതാ? അതെനിക്ക് നിന്നോട് പറയാൻ മനസ്സില്ല. എന്നാൽ ഞാൻ അവളെ വിളിക്കാം. അവളോട് പറ, കേൾക്കട്ടെ.
അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ വിളിക്കണ്ട, ഞാൻ വിളിക്കാം. അപ്പോൾ ബാലേന്ദ്രൻ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രണ്ടിലൊന്ന് എന്തറിയാൻ? ഞാൻ ഇവിടെ ആരാന്നും അവൾക്കിവിടെ എന്താ സ്ഥാനമെന്നും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നീ വെറും പുഴു, അട്ട. നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി, ഇല്ലെങ്കിൽ എൻ്റെ അമ്മയും കൂട്ടി സ്ഥലം വിടാം. അപ്പോഴേക്കും അലീന വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ വിളിച്ചത്? എനിക്കൊരു കുക്കുംബർ സലാഡ് വേണം. ആ, അത് ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവരാം. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ്, നീ നിൻ്റെ ജോലി നോക്കിപ്പോ, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ കുക്കുംബർ സാലഡ് എടുക്കണ്ട, ഞാൻ എടുത്തുകൊണ്ട് വരാം. എന്താ സംഭവിക്കുന്നതെന്ന് കാണട്ടെ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന, ഞാൻ നിന്നോടാണ് പറഞ്ഞത്, നീ അനുസരിക്കുക. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഒരലീനയും ഒന്നും എടുക്കത്തില്ല. കുക്കുംബർ സാലഡ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. എന്നാ കൊണ്ടുപോവാ. നീ കൊണ്ടുവരുന്ന കുക്കുംബർ സാലഡിൻ്റെ പ്ലേറ്റ് എടുത്ത് നിൻ്റെ മോന്ത ഞാൻ അടിച്ച് പൊളിച്ചില്ലെങ്കിൽ എൻ്റെ പേര് നീ മാറ്റിക്കോ. നീ ചെല്ല്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്